അങ്ങ് ആകാശത്ത് വെച്ച് വൈൻഡപ്പ് ചെയ്ത കഴിഞ്ഞ വീഡിയോന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഇന്ന് ആകാശത്ത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ തുടർന്നുള്ള കാഴ്ചകൾ കാണാനായിട്ട് വെൽക്കം ടു ദോഹ ടു ധോണി സീരീസ് പാർട്ട് നമ്പർ 2. നമ്മളുടെ ഈ സീരീസിന്റെ പേര് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് കമന്റ് ആയിട്ടും പേഴ്സണൽ മെസ്സേജ് ആയിട്ടും ഈ സീരീസ് നെയിം എന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. മെസ്സേജ് അയച്ച പലരും പറഞ്ഞത് ദോഹ എന്ന സ്ഥലം പിടികിട്ടി, പക്ഷെ ധോണി ഇത് എവിടെയാണെന്ന്. ധോണി എന്ന് പറയുന്ന സ്ഥലം ഉണ്ടെന്ന് തന്നെ പലരും ഇപ്പോഴും അറിയുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത് ചോദിച്ച എല്ലാവരുടെ അടുത്തും ഞാൻ കൊടുത്ത റിപ്ലൈ ഇതായിരുന്നു, നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഞാനത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ധോണിനെ കുറിച്ചാണ് കേട്ടോ. ധോണി പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായ ഗ്രാമങ്ങളിലെ ഒന്നാണ് ഈ ധോണി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ടൗണിൽ നിന്നെല്ലാം കുറച്ചും കൂടി ഉള്ളിലേക്ക് മാറി പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരാണ് കേട്ടോ അവിടെ. കൃത്യം 2 വർഷങ്ങൾക്ക് മുന്നു വരെ ഈ ധോണി എന്ന് പറയുന്ന സ്ഥലം എനിക്കും ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നില്ല. ശേഷം അവിടെ നിന്ന് വന്ന ഒരു മാരേജ് പ്രപ്പോസൽ ഇതെല്ലാം മാറ്റിമറിച്ചു എന്ന് വേണേ നമുക്ക് പറയാം. മാട്രിമോണി സൈറ്റില് ആളുടെ പ്രൊഫൈലിൽ ഞാൻ നോക്കുമ്പോഴാണ് ഈ ധോണി എന്ന് പറഞ്ഞ സ്ഥലപ്പേര് ഞാൻ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നത്. സ്ഥലപ്പേര് കേട്ട ഉടനെ ഞാൻ ഗൂഗിളൊക്കെ എടുത്തൊന്ന് സെർച്ച് ചെയ്തു. ആ നാട്ടില് എന്താണ് കൂടുതലും വിശേഷിച്ച് എന്നുള്ളതായിരുന്നു പിന്നെ എന്റെ അന്വേഷണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചപ്പാലയിൽ ചുറ്റപ്പെട്ടൊരു നാട്. പിന്നെ അന്നത്തെ എന്റെ വെബ് സെർച്ചിൽ കണ്ണിപ്പെട്ട ഒരു സംഭവമാണ് ധോണി വാട്ടർഫാൾ, പിന്നെ ധോണിയോട് ചേർന്ന് കിടക്കുന്ന മലമ്പുഴ ഡാം. അപ്പോ ഇതൊരു കുട്ടി സ്റ്റോറി ആയിരുന്നു എങ്ങനെ ഞാൻ ധോണിക്കാരിയായി എന്നുള്ളൊരു. കല്യാണശേഷം ഞാൻ എത്തിപ്പെട്ട നാടാണെങ്കിൽ പോലും ജനിച്ചു വളർന്ന എന്റെ സ്വന്തം നാടിനേക്കാളും കൂറും സ്നേഹവും ഒരു പൊടിക്ക് കൂടുതൽ ധോണിനോട് തന്നെയാണ് എനിക്കിപ്പോ. അപ്പോ ഈ സീരീസിന്റെ പൊരുള് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. See you in the next video. Bye bye.